പ്രണയത്തിൻ്റെ പര്യായമായ ആ പേരുകൾ കേൾക്കാത്തവർ നമുക്കിടയിൽ ഉണ്ടാവില്ല. പ്രണയത്തിൻ്റെ അനന്തമായ കവിതകളിലൂടെയും കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ ഒരുപാട് കേട്ട പേരാണ് കൈസ് എന്നതും ലൈല എന്നതും. മരുഭൂമിയിലെ ചുവന്ന സായാഹ്നം, അസ്തമയ സൂര്യൻ ആകാശത്തെ സ്വർണ്ണ നിറത്തിൽ മുക്കിക്കൊണ്ടിരുന്നു. മണൽക്കുന്നുകൾക്ക് മുകളിലൂടെ വീശിയ കാറ്റ് ഒരു സംഗീതം പോലെ മുഴങ്ങുകയായിരുന്നു. ആ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങളായി സൗഹൃദമുണ്ടായിരുന്നു. ആ ഗോത്രങ്ങളിൽ ഒന്നിലെ യുവാവായിരുന്നു കൈസ്. എല്ലാവർക്കും പ്രിയങ്കരൻ, ധൈര്യമുള്ളവൻ, വിദ്യാസമ്പന്നൻ, അതിലുപരി ഹൃദയം നിറയെ കവിതകളുള്ള ഒരാൾ. മരുഭൂമിയിലെ ഓരോ കാറ്റിനെയും ഓരോ പൂവിനെയും അവൻ കവിതയാക്കി മാറ്റുമായിരുന്നു. മറ്റൊരു ഗോത്രത്തിൽ ജനിച്ച സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു ലൈല. അവളുടെ പുഞ്ചിരി കണ്ടാൽ മരുഭൂമിയിലെ പൂക്കൾ പോലും വിരിയുമെന്ന് ആളുകൾ പറയുമായിരുന്നു. സൗന്ദര്യം മാത്രമല്ല, വിനയവും ബുദ്ധിയും അവളെ എല്ലാവരുടെയും പ്രിയങ്കരിയാക്കി. ഒരു ദിവസം ഗോത്രത്തിലെ കുട്ടികൾ എല്ലാവരും പഠനത്തിനായി ഒരുമിച്ച് കൂടിയപ്പോൾ കൈസും ലൈലയും ആദ്യമായി അവിടെ വെച്ച് കണ്ടുമുട്ടി. "നിന്റെ പേരെന്താണ്?" കൈസ് ചോദിച്ചു. "ലൈല." അവൾ ചെറുപുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. "ഞാൻ കൈസ്." ആ പരിചയം ദിവസങ്ങൾക്കകം സൗഹൃദമായി. അവർ ഒരുമിച്ചു പഠിച്ചു, കവിതകൾ പങ്കുവച്ചു, സ്വപ്നങ്ങൾ പറഞ്ഞു. സമയം കടന്നുപോയപ്പോൾ ആ സൗഹൃദം പറയാതെ പറയുന്ന പ്രണയമായി മാറി. ഒരു സായാഹ്നത്തിൽ മരുഭൂമിയുടെ അതിരിൽ ഇരിക്കുമ്പോൾ കൈസ് പതുക്കെ പറഞ്ഞു, "ലൈല, ഈ ലോകത്ത് എനിക്കേറ്റവും പ്രിയപ്പെട്ടത് നീയാണ്." ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞു. "കൈസ്, എനിക്കും." അവരുടെ പ്രണയം നിഷ്കളങ്കമായിരുന്നു. എന്നാൽ മരുഭൂമിയിലെ കാറ്റുപോലെ വാർത്തയും വേഗത്തിൽ പരന്നു. രണ്ട് കുടുംബങ്ങളും ഇതറിഞ്ഞു. ഗ്രാമത്തിലെ മൂപ്പന്മാർ പറഞ്ഞു, "വിവാഹത്തിനു മുമ്പ് ഇങ്ങനെ പ്രണയിക്കുന്നത് നമ്മുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമാണ്." ലൈലയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോലും അവളുടെ വീട്ടുകാർ അനുവദിച്ചില്ല. കൈസിന് അവളെ കാണാൻ വഴിയില്ലാതെയായി. രാത്രിയിൽ തൻ്റെ കൂടാരത്തിന് പുറത്തിരുന്ന് കൈസ് ആകാശത്തിലെ നക്ഷത്രങ്ങളോട് പറഞ്ഞു, "നിങ്ങൾ അവളെ കാണുന്നുണ്ടല്ലോ, എങ്കിൽ എൻ്റെ സ്നേഹം അവളോട് പറഞ്ഞു തരൂ." അവൻ്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. ആ രാത്രി അവൻ ആദ്യമായി ലൈലയ്ക്കായി ഒരു നീണ്ട കവിത എഴുതി. ദിവസങ്ങൾ കടന്നുപോയി. ലൈലയെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ പോലും അനുവദിച്ചില്ല. ജനാലയിലൂടെ ആകാശം നോക്കിയിരുന്ന അവളുടെ മനസ്സിൽ കൈസിൻ്റെ മുഖം മാത്രമായിരുന്നു. അതേസമയം കൈസ് എല്ലാ ദിവസവും അവർ ഒരുമിച്ച് കണ്ടുമുട്ടിയ സ്ഥലത്തെത്തും. ലൈല വരില്ലെന്നറിഞ്ഞിട്ടും അവൻ കാത്തിരിക്കും. ഒരു ദിവസം കൈസിൻ്റെ പിതാവ് അവനോട് പറഞ്ഞു, "മകനെ, മറക്കാൻ ശ്രമിക്കൂ. ഈ പ്രണയം നിന്റെ ജീവിതം നശിപ്പിക്കും." കൈസ് ശാന്തമായി മറുപടി പറഞ്ഞു, "ഉപ്പാ, ശ്വാസം മറക്കാൻ പറ്റുമോ? എനിക്ക് ലൈലയെ മറക്കാനും കഴിയില്ല." അവൻ്റെ വാക്കുകൾ കേട്ടവർക്ക് പോലും കണ്ണ് നിറഞ്ഞുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൈസിൻ്റെ കുടുംബം ഔപചാരികമായി ലൈലയുടെ വീട്ടിൽ വിവാഹാലോചന നടത്തി. എന്നാൽ ലൈലയുടെ പിതാവ് അതിനെ ശക്തമായി എതിർത്തു. "എൻ്റെ മകളെ ഞാൻ കൈസിന് കൊടുക്കില്ല." ആ വാക്കുകൾ കൈസിനെ ഹൃദയത്തിൽ അമ്പുപോലെ തറച്ചു. ഇതിനിടെ സമ്പന്നനും സ്വാധീനമുള്ള മറ്റൊരു യുവാവ് ലൈലയെ വിവാഹം ചെയ്യാൻ മുന്നോട്ട് വന്നു. കുടുംബം ഉടൻ സമ്മതിച്ചു. വിവാഹ ദിവസം എത്തി. വധുവിൻ്റെ വേഷത്തിൽ ലൈല ഇരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ സന്തോഷമുണ്ടായിരുന്നില്ല. മനസ്സിൽ ഒരേയൊരു ചോദ്യം മാത്രം, "എൻ്റെ കൈസ് ഇപ്പോൾ എവിടെയാകും?" അതേസമയം ഗ്രാമത്തിലെ അതിർത്തിയിൽ നിന്നുകൊണ്ട് കൈസ് വിവാഹ ശബ്ദങ്ങൾ കേട്ടു. ഓരോ മേളവും അവൻ്റെ ഹൃദയം തകർത്തു. അവൻ നിലത്ത് മുട്ടുകുത്തി നിന്ന് കരയാൻ തുടങ്ങി. "ദൈവമേ, ഞാൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതാണ് എൻ്റെ തെറ്റോ?" ആ ദിവസത്തിന് ശേഷം കൈസ് പഴയ കൈസായിരുന്നില്ല. അവൻ ഗ്രാമം വിട്ട് മരുഭൂമിയിലേക്ക് നടന്നു. ഭക്ഷണവും വെള്ളവും മറന്നു. മരങ്ങളോടും പക്ഷികളോടും കാറ്റിനോടും ലൈലയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. "നിങ്ങൾ ആരെങ്കിലും എൻ്റെ ലൈലയെ കണ്ടോ?"
അവനെ കണ്ടവർക്ക് അവൻ ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു. പക്ഷേ അവൻ്റെ ഭ്രാന്ത് വെറുമൊരു ഭ്രാന്തല്ലായിരുന്നു, അതിരുകളില്ലാത്ത സ്നേഹമായിരുന്നു. അതിനാലാണ് ആളുകൾ അവനെ മജ്നു എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രണയത്തിൽ ലോകം മറന്ന മനുഷ്യൻ. പക്ഷേ മജ്നു ഒരിക്കലും ലൈലയെ കുറ്റപ്പെടുത്തിയില്ല. അവൾ എന്നെ വിട്ടതല്ല, വിധിയാണ് ഞങ്ങളെ വേർപിരിച്ചത്. മരുഭൂമിയിലെ ഓരോ രാത്രിയും അവൻ കവിതകൾ പാടി. അവൻ്റെ പ്രണയഗാനങ്ങൾ ദൂരെയുള്ള ഗ്രാമങ്ങളിലേക്കും പടർന്നു. ആ കവിതകൾ കേട്ട പലരും കണ്ണീർ പൊഴിച്ചു. എന്നാൽ അവൻ അറിയില്ലായിരുന്നു, ദൂരെയൊരു കൊട്ടാരത്തിൽ ലൈലയും ഓരോ രാത്രിയും ആകാശത്തിലെ അതേ ചന്ദ്രനെ നോക്കി മജ്നുവിനെ ഓർത്ത് കരയുന്നുണ്ടായിരുന്നു. മരുഭൂമിയിലെ ഓരോ മണൽത്തരിയിലും മജ്നുവിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു. അവൻ്റെ വസ്ത്രങ്ങൾ പഴകിയിരുന്നു, മുടിയും താടിയും വളർന്നിരുന്നു. എന്നാൽ ഹൃദയത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവിടെ ഇപ്പോഴും ലൈല മാത്രമായിരുന്നു. ഓരോ രാത്രിയും അവൻ നക്ഷത്രങ്ങളോട് സംസാരിക്കുമായിരുന്നു. നിങ്ങൾ അവളെ കാണുന്നുണ്ടെങ്കിൽ പറയൂ, ഇന്നും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവൻ്റെ കവിതകൾ ദൂരദേശങ്ങളിലേക്കും പടർന്നു. രാജാക്കന്മാരും വ്യാപാരികളും യാത്രക്കാരും ലൈലയെ സ്നേഹിച്ച് ഭ്രാന്തനായ മജ്നുവിൻ്റെ കഥ പറയാൻ തുടങ്ങി. അതേസമയം ലൈലയുടെ ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ സമ്പൂർണമായിരുന്നു. വലിയ വീട്, സമ്പത്ത്, ബഹുമാനം. പക്ഷെ അവളുടെ ഹൃദയം ശൂന്യമായിരുന്നു. ഒരു ദിവസം അവളുടെ വിശ്വസ്തയായ ദാസി പതുക്കെ പറഞ്ഞു, ഉമ്മ, ഇന്നും മജ്നു മരുഭൂമിയിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് കവിത പാടുന്നുവെന്ന് ആളുകൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്ര വർഷമായിട്ടും അവൻ എന്നെ മറന്നില്ലേ? ഇല്ല, ഒരു നിമിഷം പോലും ഇല്ല. ആ രാത്രി ലൈലയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാത്രിയുടെ ഇരുട്ടിൽ വിശ്വസ്തയായ ദാസിയുടെ സഹായത്തോടെ ലൈല മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. നിലാവിൻ്റെ വെളിച്ചത്തിൽ അവൾ ദൂരെയൊരു മനുഷ്യനെ കണ്ടു. അവൻ ഒരു പാറമ്മേൽ ഇരുന്ന് കവിത ചൊല്ലുകയായിരുന്നു. അത് മജ്നുവായിരുന്നു. കൈസ്! വിറയുന്ന ശബ്ദത്തോടെ ലൈല വിളിച്ചു. ആ ശബ്ദം കേട്ട് അവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ വർഷങ്ങളായി സ്വപ്നത്തിൽ മാത്രം കണ്ട മുഖം അവൻ്റെ മുന്നിൽ നിൽക്കുന്നു. ലൈല! അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇരുവരും അടുത്തേക്ക് നടന്നു. എന്നാൽ തമ്മിൽ ഒരു ചെറിയ അകലം ബാക്കി നിന്നു. എന്നോട് ക്ഷമിക്കൂ, ലൈല കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മജ്നു ശാന്തമായി പുഞ്ചിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ലൈല. നമ്മളെ വേർപിരിച്ചത് നീയല്ല, വിധിയാണ്. ലൈല കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നമുക്കൊരുമിച്ച് എങ്ങോട്ടെങ്കിലും പോകാം? മജ്നു ആകാശത്തേക്ക് നോക്കി. ഇനി വൈകിപ്പോയി ലൈല. നമ്മുടെ പ്രണയം ഈ ലോകത്തിനുള്ളതല്ല, അത് ഹൃദയങ്ങളിൽ ജീവിക്കാനാണ്. ഇരുവരും കുറച്ചു നേരം ഒന്നും സംസാരിച്ചില്ല. മരുഭൂമിയിലൂടെ വീശിയ കാറ്റ് മാത്രം അവരുടെ മൗനത്തിന് സാക്ഷിയായി. പിരിയേണ്ട സമയം വന്നു. ലൈല തിരിഞ്ഞു നടക്കുമ്പോൾ ഒരിക്കൽ കൂടി മജ്നുവിനെ നോക്കി. മജ്നുവും അവളെ നോക്കി നിന്നു. അവർക്കറിയാമായിരുന്നു, ഇതായിരിക്കാം അവരുടെ അവസാന കൂടിക്കാഴ്ച എന്ന്. ആ രാത്രിക്ക് ശേഷം ലൈലയും മജ്നുവും വീണ്ടും കണ്ടുമുട്ടിയില്ല. പക്ഷേ അവരുടെ അവസാന കൂടിക്കാഴ്ചയുടെ ഓർമ്മ ഇരുവരുടെയും ഹൃദയത്തിൽ എന്നും ജീവിച്ചു. ലൈല തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും മനസ്സ് മരുഭൂമിയിലായിരുന്നു. ഓരോ രാത്രിയും അവൾ ജനാല തുറന്ന് ആകാശത്തെ നോക്കും. കൈസ്, നീ എവിടെയായാലും സന്തോഷമായിരിക്കണം, അവൾ പതുക്കെ പറയും. മറുവശത്ത് മജ്നു ഇന്നും മരുഭൂമിയിൽ കവിതകൾ പാടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ഒരു ശാന്തതയുണ്ടായിരുന്നു. ഞാൻ അവളെ കണ്ടു, അത് മതി, അവൻ സ്വയം പറഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ലൈലക്ക് കടുത്ത അസുഖം വന്നു. വൈദ്യന്മാർ വന്നു, മരുന്നുകൾ നൽകി. പക്ഷെ അവളുടെ മനസ്സ് തകർന്നിരുന്നു. അവളുടെ അവസാന നിമിഷങ്ങളിൽ അവൾ പതുക്കെ പറഞ്ഞു, എൻ്റെ കൈസിനോട് പറയൂ, ഞാൻ അവസാന ശ്വാസം വരെ അവനെ സ്നേഹിച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞ് ലൈല ഈ ലോകത്തോട് വിട പറഞ്ഞു. മുഴുവൻ ഗ്രാമവും ദുഃഖത്തിലായി. ആ വാർത്ത മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ഒരു യാത്രക്കാരൻ മജ്നുവിനോട് പറഞ്ഞു, മജ്നു, ലൈല ഇനി വരില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ അവൻ കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നീട് ശാന്തമായി എഴുന്നേറ്റു. എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. യാത്രക്കാരൻ അവനെ ലൈലയുടെ
കബറിടത്തിനരികെ എത്തിച്ചു. മജ്നു ആ മണ്ണിൽ കൈവച്ചു. കണ്ണീരോടെ അവൻ പറഞ്ഞു, ലൈല, ഈ ലോകം നമ്മളെ ഒന്നിക്കാൻ അനുവദിച്ചില്ല, പക്ഷേ എൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിച്ചില്ല. അവൻ അവളുടെ ഖബറിനരികെ ഇരുന്ന് അവസാനമായി ഒരു കവിത ചൊല്ലി. നിന്റെ പേര് എൻ്റെ ശ്വാസമായിരുന്നു, നിന്റെ ഓർമ്മ എൻ്റെ ജീവിതമായിരുന്നു. ഇനി ഞാൻ വരുന്നു, നമ്മളെ വേർപെടുത്താൻ ഇനി ആരുമില്ല. ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞു. മരുഭൂമിയിലൂടെ ശക്തമായ കാറ്റ് വീശി. ആ കാറ്റിനൊപ്പം മജ്നുവും പതുക്കെ കണ്ണടച്ചു. അവൻ്റെ അവസാന ശ്വാസത്തിലും ഒരു പേര് മാത്രമുണ്ടായിരുന്നു, ലൈല. കാലം കടന്നു. മണൽക്കുന്നുകൾ മാറി, ഗോത്രങ്ങൾ മാറി, പക്ഷെ ഒരിക്കലും മാറാത്ത ഒരു കഥ ലോകത്തിന് ലഭിച്ചു. ലൈലയും മജ്നുവും ഒരുമിക്കാൻ കഴിയാതെ പോയ രണ്ട് ഹൃദയങ്ങളുടെ കഥ. സ്നേഹമെന്നത് സ്വന്തമാക്കൽ മാത്രമല്ല, ഒരാളെ അവസാന ശ്വാസം വരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള ശക്തിയാണെന്ന് ലോകത്തെ പഠിപ്പിച്ച അമരപ്രണയം. ഇന്നും ആരെങ്കിലും ആഴത്തിലുള്ള നിസ്വാർത്ഥമായ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പേര് എല്ലാവരുടെയും മനസ്സിൽ തെളിയും, ലൈല മജ്നു.